കുട്ടിയുടെ കാര്യം എന്താണ് ഇപ്പോഴും ശിവൻകുട്ടി അവിടെ 117 വോട്ടുകൾക്ക് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. 117 വോട്ടുകൾക്ക് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. മറ്റൊന്ന് ഇരിങ്ങാലക്കുടയിൽ ബിന്ദു വളരെ പുറകിൽ പോയിരിക്കുന്നു. 1000-ൽ പരം വോട്ടുകൾക്ക് ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു പുറകിൽ പോയിരിക്കുന്നു. തോമസ് ഉണ്ണിയാടൻ അവിടെ വലിയ നേട്ടം ഉണ്ടാക്കുന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസ് ലീഡ് 1000 കടന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസ് ലീഡ് 1000 കടന്നു. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ലീഡ് 2000 കടന്നു. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ലീഡ് 2000 കടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ലീഡ് 4518 ഉദിക്കുന്നു. MJ സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ 738 വോട്ടുകളിലേക്ക് എത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പൂഞ്ഞാറിൽ വലിയ നേട്ടം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അവിടെ സിറ്റിംഗ് MLA തോക്കുന്നു. മാണി സി കാപ്പൻ 245 വോട്ടുകൾക്ക് പാലായിൽ മുന്നിലാണ് UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ. തിരുവമ്പാടിയിൽ CK കാസിം 2400 വോട്ടുകൾക്ക് മുന്നിലാണ്. വലിയ ട്രെൻഡ് ഉണ്ടാകുന്നു. LDF ആണ് മുന്നിൽ. കൂത്തുപറമ്പിൽ PK പ്രവീൺ മുന്നിൽ. ലീഗിന്റെ ജയന്തി രാജിനേക്കാൾ മുന്നിൽ പ്രവീണാണ്. കൂത്തുപറമ്പിൽ LDF ആണ് മുന്നിൽ. കൂത്തുപറമ്പിൽ LDF മുന്നിലാണ്. ചാത്തന്നൂരിൽ B ഗോപകുമാറിന്റെ ലീഡ് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. കേവലം 17 വോട്ടുകൾക്ക് ആ ലീഡ് B ഗോപകുമാർ നിലനിർത്തുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് PK ശശി ലീഡ് ചെയ്യുന്നു. ഒറ്റപ്പാലത്ത് 640 വോട്ടുകൾക്ക് PK ശശി ലീഡ് ചെയ്യുന്നു. അതൊരു കണക്കാണ്. കൃത്യം ഇന്ന് 640 വോട്ടുകളിൽ അത് ഇടതിന്റെ ശക്തി കേന്ദ്രത്തിൽ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് CPM-നെ വെല്ലുവിളിച്ച് വന്ന PK ശശി ലീഡ് ഇപ്പോ 648 എന്ന് പറയുമ്പോൾ ജോൺ ജോസഫ് ലീഡ് ഉയർത്തുന്നു. 2962 വോട്ട്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് 1481 വോട്ട്. അരുവിക്കരയിൽ VS ശിവകുമാർ മുന്നിൽ നിൽക്കുന്നു. അരുവിക്കരയിൽ VS ശിവകുമാർ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF പല മണ്ഡലങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നു. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ ലീഡ് 637 ആയി. പല സ്ഥലങ്ങളിലും 2 റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. രാജൻ പല്ലൻ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ 1347 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇരവിപുരത്ത് അട്ടിമറി സംഭവിക്കുമോ എന്നതാണ്. നൌഷാദ് വിജയം ഉറപ്പിച്ചിരുന്നിടത്ത് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. വിഷ്ണുമോഹൻ അവിടെ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇരവിപുരത്ത് വരുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ 476 വോട്ടുകൾക്ക് മുന്നിൽ. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ. അത്തരത്തിൽ കൊല്ലം ജില്ലയിലും വലിയ അട്ടിമറികൾ സംഭവിക്കുന്നു. അതെ, കൊല്ലത്ത് ഇരവിപുരത്ത് പത്തനാപുരത്ത് ഒക്കെ വലിയ അട്ടിമറികൾ സംഭവിക്കുന്നു. അത്തരത്തിൽ ചാത്തന്നൂരിൽ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അങ്ങനെ കൊല്ലം ജില്ലയിലും ആ ട്രെൻഡിന്റെ കാറ്റാഞ്ഞു വീശുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെ കേരളം ഒട്ടാകെ വലിയ UDF തരംഗം. കണ്ണൂരിൽ TO മോഹനൻ 3348 വോട്ടിന് ലീഡ് ചെയ്യുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ഈ വയോധികനായ അദ്ദേഹം ഒരു തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. 381 വോട്ടുകൾക്ക് നെയ്യാറ്റിൻകരയിൽ ആൻസലൻ മുന്നിൽ എന്ന കണക്ക് കൂടി ഇപ്പോൾ UDF-ന്റെ മേൽക്കൈ 90 സീറ്റുകളിലേക്ക് കടക്കുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറച്ചു വെക്കുന്ന പ്രകടനത്തിലേക്ക് UDF കടക്കുന്നു. LDF 44 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. 80 സീറ്റുകളിൽ UDF ലീഡ് ഉണ്ട്. അത് മാത്രമല്ല ഈ അതേഴ്സ് എന്ന് പറയുന്ന കാണിക്കുന്നതിൽ ഒന്ന് PK ശശിയാണ്. അപ്പോൾ 55. സ്വാഭാവികമായിട്ടും വലിയ ലീഡിലേക്ക് UDF പോകുന്ന കാഴ്ചയാണ്. ഇത് പരിശോധിച്ചു കഴിയുമ്പോൾ ആദ്യ റൗണ്ടിലും 2ാം റൗണ്ടിലും വലിയ ലീഡാണ് പല മണ്ഡലങ്ങളിലും UDF-നുള്ളത്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 78 വോട്ടിന്റെ ലീഡ് എടുക്കുന്നു. അരുവിക്കരയിൽ VS ശിവകുമാർ 232 വോട്ടിന്റെ ലീഡ്. തീർച്ചയായും വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് തിരിച്ചുപിടിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റം തുടരുന്നുണ്ട്. 205 വോട്ടുകൾ നേടിക്കൊണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മണ്ഡലത്തിൽ വോട്ടുകൾക്ക് PK ശശി മുന്നിലാണ്. PK ശശി ക്രമാനുഗതമായി ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1332 വോട്ടിന് അബിൻ വർക്കി മുന്നിൽ. PK ശ്യാമള തളിപ്പറമ്പിൽ മുന്നിൽ. ബാലുശ്ശേരിയിൽ VT സൂരജ് മുന്നിലാണത്രേ. 1500 വോട്ടുകൾക്ക് ബാലുശ്ശേരിയിൽ VK സൂരജ് മുന്നിലാണത്രേ. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 205ലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സംസ്ഥാനത്തുടനീളം ചുവപ്പുമായുന്നു. വലത് തരംഗം ആഞ്ഞു വീശുന്നു. UDF തരംഗം ആഞ്ഞു വീശുന്നു. ചാത്തന്നൂരിൽ BJP മുന്നിൽ BV ഗോപകുമാർ ലീഡ് നേടിയിരിക്കുകയാണ്. 17 വോട്ടിന്റെ ലീഡ്. പക്ഷേ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു മണ്ഡലമായ ചാത്തന്നൂരിൽ BJPയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മുന്നേറുന്നു. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ്. കൊല്ലമാണ് വളരെ ചെങ്കോട്ടകളുടെ ഇടിയുന്നു. അതെ 1459ലേക്ക് ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ഭൂരിപക്ഷം എത്തിയെന്നേ. മന്ത്രി വീണ ജോർജ് പുറകിൽ പോകുന്നു. അബിൻ വർക്കിയുടെ ഭൂരിപക്ഷം 1583 എത്തിയെന്നേ. പയ്യന്നൂരിൽ TI മധുസൂദനാണ് ഒരു ആശ്വാസമായി കണ്ണൂരിൽ ഇടതിനുള്ളത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. കൊല്ലത്ത് എന്റെ മണ്ഡലമായ ഇരവിപുരത്ത് വൻ അട്ടിമറിയാണ് നടക്കുന്നത്. RSP സ്ഥാനാർത്ഥി തിരിച്ചു വരുന്നു. അവിടെ ഒരു പ്രസക്തിയും ഇല്ല എന്ന് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത് സ്ഥാനാർത്ഥി പോലും തിരിച്ചു വരുമ്പോ എന്താണ് സംസ്ഥാനം സംഭവിക്കുന്നത്? മണ്ഡലമാണ്
ഇരവിപുരം ഏത് അവിടെയാണ്. സാഹചര്യത്തിലും അതെ, ഏത് നൗഷാദ് സാഹചര്യത്തിലും. ജയിക്കുമെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ തിരിച്ചു വരുന്നു. എം ജെ സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ ലീഡ് ഉയർത്തുകയാണ്. പി സി ജോർജിന്റെ ഒക്കെ സ്വപ്നങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ ലീഡ്. രമേശ് ചെന്നിത്തലയുടെ ലീഡ് ഇപ്പോൾ 4000 വോട്ട് പിന്നിരിക്കുന്നു എന്നതാണ്. കെ കെ രമയുടേത് 2000-ന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. അങ്ങനെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് 2249 കെ കെ രമയുടെ ഭൂരിപക്ഷം. മലമ്പുഴയിൽ UDF-ന്റെ LDF-ന്റെ ഒരു ചുവപ്പ് അവിടെ തെളിയുന്നുണ്ട്. എ പ്രഭാകരൻ 2012 വോട്ടുകൾക്ക് അവിടെ മുന്നിലാണ്. വടകരയിൽ അത്ഭുത ഭൂരിപക്ഷത്തിലേക്ക് കെ കെ രമ കടക്കുന്നേ. 379 വോട്ടുകൾക്ക് മുന്നിൽ. കഴക്കൂട്ടത്ത് LDF 379 വോട്ടുകൾക്ക്. കെ സുരേന്ദ്രൻ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴക്കൂട്ടത്ത് അവിടെ 379 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ ലീഡ് ഉയർത്തുന്നു. കൊടുവള്ളിയിൽ പി കെ ഫിറോസ് 1000-ലേക്ക് കടക്കുന്നു. കൊടുവള്ളിയിൽ പി കെ ഫിറോസ് ലീഗിന്റെ 10-25 അടിക്കും എന്ന ലക്ഷണമാണ്. 1000-ലേക്ക് കടക്കുന്നു. കുന്നംകുളത്ത് AC മൊയ്തീൻ ഒരു ചെറിയ ചുവപ്പിന്റെ ലാഞ്ചനയുണ്ട്. അവിടെ ഒരു 650 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.